അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ 3 പ്രാവശ്യമാണ് അസാസിനേഷൻ അറ്റംപ്റ്റ് നടക്കുന്നത്. ചിലപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 10-50 വർഷം അല്ലെങ്കിൽ 60-100 വർഷം നോക്കുകയാണെങ്കിൽ ഈ 2 വർഷത്തിനുള്ളിൽ 3 പ്രാവശ്യം അറ്റംപ്റ്റ് നടന്ന ഒരു അമേരിക്കൻ പ്രസിഡന്റും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആദ്യത്തെ അറ്റംപ്റ്റ് എന്ന് പറയുന്നത് പെൻസിൽവാനിയയിലാണ്. ഇലക്ഷൻ റാലിയുമായിട്ടനുബന്ധിച്ചാണ് സംഭവം ഉണ്ടായത്. ആ സമയത്ത് ഞാൻ അമേരിക്കയിലുള്ള സമയത്താണ്, ഞാൻ റിപ്പോർട്ടിങ്ങിന് പോയ സമയത്താണ്. അപ്പോൾ അതിനകത്ത് അതിൻ്റെ കുറ്റവാളി അക്യൂസ്ഡ് എന്ന് പറയുന്നയാൾ ഇറാനുമായി ബന്ധപ്പെട്ട സംഭവമാണ്. കാരണം ഒരു കാരണവശാലും ട്രംപ് അധികാരത്തിൽ വരരുത്, ട്രംപ് അധികാരത്തിൽ വന്നാൽ ഇറാനെ നശിപ്പിക്കുമെന്നറിയും. ഇതായിരുന്നു അന്നത്തെ അതിൻ്റെ പുറകിലുള്ള പ്രധാനപ്പെട്ട കാരണം. കുറച്ച് പുറകിലോട്ട് നമ്മൾ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ബറാഖ് ഹുസൈൻ ഒബാമ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഇറാനുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെടുന്നു. 5 വർഷത്തേക്ക് ഇറാൻ ന്യൂക്ലിയർ സംഭവങ്ങൾ ഉണ്ടാക്കത്തില്ല. JCP എന്ന് പറഞ്ഞൊരു ആക്ട് കൊണ്ടുവരികയാണ്. ട്രംപ് വന്ന ശേഷം അതെടുത്ത് ദൂരെ കളഞ്ഞു. മനസ്സിലാക്കുക, ഇറാനുമായിട്ട് ഈ കരാറ് ഒബാമ ഉണ്ടാക്കിയ ശേഷം അറബ് രാജ്യങ്ങളുമായിട്ട് ഒബാമയുടെ ബന്ധമൊന്നും വിച്ഛേദിച്ചു. കാരണം UAE ആണെങ്കിലും സൗദി അറേബ്യ ആണെങ്കിലും മറ്റുള്ള അറബ് രാജ്യങ്ങളും ഈ കരാറിനെതിരായിരുന്നു. കാരണം ഇറാനിൻ്റെ വശം ഒരു കാരണവശാലും ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാകാൻ പാടില്ല, അത് പൂർണ്ണമായിട്ടും മാറ്റണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന രാജ്യങ്ങളായിരുന്നു സൗദിയും UAEയും മറ്റുള്ള അറബ് രാജ്യങ്ങളും. പക്ഷേ പിന്നീട് നിങ്ങൾക്കറിയാം, സംഭവത്തിൻ്റെ പിച്ച് മാറി. ഇയാൾ വന്ന ശേഷം, അതായത് ട്രംപ് വന്ന ശേഷം ഈ കരാർ എടുത്ത് ദൂരെ കളഞ്ഞു. എന്നിട്ട് IRGCയുടെ ഇറാൻ ഭരണകൂടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായ സുലൈമാനി, ഇറാഖിൽ നിന്നും അയാളൊരു ഡിസ്കഷൻ കഴിഞ്ഞ് വരുന്ന വഴിയിൽ ഡ്രോൺ വെച്ച് അറ്റാക്ക് ചെയ്ത് അയാളെ അങ്ങ് തട്ടി. അപ്പോൾ അതിൻ്റെ പ്രതികാരം, അതായത് പ്രതികാരം മാത്രമല്ല, ട്രംപ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇറാൻ്റെ വെടി തീരുമെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയായിരുന്നു. കാരണം ഡെമോക്രാറ്റ്സിനെ പോലെയല്ല ട്രംപും റിപ്പബ്ലിക്കൻ പാർട്ടിയും നടപടിയെടുക്കുന്ന ഇറാനെതിരെ. നിങ്ങൾ വേറെ നോക്കുകയാണെങ്കിൽ, ന്യൂസ് റിപ്പോർട്ടുകളായിട്ട് നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഏകദേശം 4-5 അമേരിക്കൻ പ്രസിഡന്റിനെ ഇസ്രായേൽ പെർസ്യൂ ചെയ്തു, നിർബന്ധിച്ചു, പ്രഷറൈസ് ചെയ്തു ഇറാനുമായിട്ട് വാറുണ്ടാകണം. പക്ഷേ ഈ അമേരിക്കൻ പ്രസിഡന്റുമാരും മുഴുവനും ഇസ്രായേലിൻ്റെ ഈ ആവശ്യം തള്ളിക്കളഞ്ഞു. കാരണം ഇറാൻ ഏകദേശം 40 വർഷത്തോളം അവർ സാങ്ഷൻ ആണെങ്കിൽ തന്നെ അവർ ഈ ഓയിലൊക്കെ വിറ്റ് ഈ വെപ്പൺസ്, ന്യൂക്ലിയർ വെപ്പൺസ്, ഈ സംഭവങ്ങളൊക്കെ സമാഹരിച്ചു. അവർ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ആ രീതിയിൽ പോകുന്ന ഇറാനെ ഈ പറയുന്ന അമേരിക്കയ്ക്ക് പോലും അതിൻ്റെ മുകളിൽ ഒന്നും ചെയ്യാൻ തയ്യാറായില്ല. അതാണ് ഡെമോക്രാറ്റ്സിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ കാണുന്ന ചരിത്രം. അതിനു മുമ്പ് നിങ്ങൾ മനസ്സിലാക്കണം, ഈ ട്രംപിൻ്റെ ഇപ്പോഴത്തെ ഈ ഹോട്ടൽ ഹിൽട്ടണിൽ വെച്ച് വാഷിങ്ടൺ DC-ക്ക്, അതായത് വൈറ്റ് ഹൗസിന് തൊട്ടടുത്തായിട്ടാണ് ഈ ഹിൽട്ടൺ ഹോട്ടൽ. ഒരു 5 സ്റ്റാർ ഡീലക്സ്, സൂപ്പർ ഡീലക്സ് ഹോട്ടൽ തന്നെയാണ്. 1981 റൊണാൾഡ് റേഗൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഇതേപോലെ അറ്റംപ്റ്റ് ഇതേ ഹോട്ടലിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ അന്നും ഈ സംഭവം, റൊണാൾഡ് റേഗൻ അവിടെയുള്ള ഹോട്ടലിലെ ഒരു ജീവനക്കാരനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു സംഭവം ഉണ്ടായത്. അപ്പോൾ നമ്മുടെ ക്രൂഷ്യൽ ക്വസ്റ്റ്യനാണ് സംഭവം. ഇതുമായി ബന്ധപ്പെട്ട് ഈ തോമസ് കോൾ എന്ന് പറയുന്ന, അലക്സ് കോൾ എന്നൊക്കെ പല രീതിയിലാണ് ഇയാളെപ്പറ്റി പറയുന്നത്. ഇയാൾ ആരാണ്? ഇയാളൊരു ഡെമോക്രാറ്റ്സിൻ്റെ അനുഭാവിയാണ്. കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാണ്. ഇയാളുടെ ഒരു സിസ്റ്റർ വാഷിങ്ടൺ DC-യിൽ ജേർണലിസ്റ്റായിട്ട് ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ്. ഇയാൾക്ക് 31 വയസ്സേ ഉള്ളൂ. ഇപ്പം എന്തിനാണ് ഇത് ചെയ്തത്? ഇതിനെപ്പറ്റിയുള്ള പല അവലോകനങ്ങൾ പല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വരുന്നു. ചിലർ പറയുന്നു, ഈ പറയുന്നയാൾ, അതായത് ഈ അക്യൂസ്ഡ് എന്ന് പറയുന്നയാൾ ട്രംപിനെ അല്ല ടാർഗറ്റ് ചെയ്യാൻ ശ്രമിച്ചത്, അഡ്മിനിസ്ട്രേഷനെയാണ് ടാർഗറ്റ് ചെയ്യാൻ ശ്രമിച്ചത്, മറ്റുള്ള ഒഫീഷ്യൽസിനെയാണ്, പത്രക്കാരെയാണ് എന്നൊക്കെ പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങളും വർത്തമാനങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഈ സംഭവത്തിൽ 3 പ്രാവശ്യം അറ്റംപ്റ്റ് നടന്നു കഴിഞ്ഞപ്പോൾ
ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പം 3 പ്രാവശ്യം അറ്റംപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. പെൻസിൽവാനിയയിൽ നടന്നു. രണ്ടാമത് ഫ്ലോറിഡയിൽ ഗോൾഫ് നടത്തിക്കൊണ്ടിരിക്കുന്ന അവിടെ പ്രസിഡൻറ്റിൻ്റെ പാലസിനടുത്ത് ഗോൾഫ് കോഴ്സിൻ്റെ അടുത്ത് വെച്ച് ഒരാളെ അതിൻ്റെ അകത്ത് നുഴഞ്ഞു കയറാൻ ശ്രമിച്ചു. അന്നും ഈ സീക്രട്ട് പോലീസ് അതിനെ തടഞ്ഞു. അതേപോലെ ഇത് 3ാമത്തെ അറ്റംപ്റ്റാണ്. അപ്പം എന്തുകൊണ്ടാണ് ട്രംപിനെ ടാർഗറ്റ് ചെയ്യുന്നത്? ഇതാണ് ചോദ്യം. ഒറ്റ കാര്യം പറയാം, നിങ്ങൾ ഈ ട്രംപിന് മുമ്പ് ഏകദേശം 30-40 വർഷം എടുക്കുകയാണെങ്കിൽ ഏതെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് ഇതുപോലെ ഗ്ലോബലി ഇത്രമാത്രം ഡിസ്കഷൻ ഉണ്ടായ സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഗ്ലോബലിയാണ് ഞാൻ ഈ പറയുന്നത്. ട്രംപ് വന്ന് 1.5 വർഷത്തിനുള്ളിൽ ട്രംപിനെ പറ്റിയാണ് ലോകം മുഴുവനും സംസാരിക്കുന്നത്. അത് അയാളുടെ ഒരു ക്യാമ്പയിനുണ്ട്, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, മാഗ. ഈ ക്യാമ്പയിൻ തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം അമേരിക്കക്കകത്ത്. അപ്പം അതിനെ എതിർക്കുന്ന വലിയൊരു വിഭാഗം അമേരിക്കൻസ് ഉണ്ട്. കാരണം ഈ വന്ന കുടിയേറിയവരും മറ്റുള്ള ആൾക്കാരും, അപ്പോൾ അതിന് ഇൻസ്പയർ ചെയ്യുന്ന മറ്റു പല ഘടകങ്ങളും ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ടാരിഫിൻ്റെ കാര്യം തന്നെ എടുക്കാം. അമേരിക്കയുടെ ഈ പറയുന്ന ട്രംപ് വന്ന ശേഷം അമേരിക്കയുടെ ബിസിനസ് ആണെങ്കിലും അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ എക്സ്പോർട്ട് 2-3 ഇരട്ടിയാണ് കൂടിയിരിക്കുന്നത്. അതായത് അമേരിക്കൻ എക്കോണമി കംപ്ലീറ്റ് ആയിട്ട് സ്ട്രെങ്ത് ആയിട്ട് തിരിച്ചു വരികയാണ്. അത് കേരളത്തിലെ ചില കിഴങ്ങന്മാർ സാറ്റലൈറ്റ് ചാനൽ പറയുന്നത് പോലൊന്നും അല്ല. അമേരിക്ക തകരുക എന്ന് പറയുന്നത് എക്കണോമിക്കലി തകരണം, അല്ലെങ്കിൽ സൈനികമായിട്ട് തകരണം, എന്നാൽ മാത്രമേ അമേരിക്ക തകരുന്നു എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം സാമ്പത്തികമാണ്. അമേരിക്കയിൽ ജോബ് ഏറ്റവും കൂടുന്നു, ആൾക്കാർക്ക് ഇഷ്ടം പോലെ ജോലി കിട്ടുന്നു, അമേരിക്കൻ എക്കോണമി തിരിച്ചു വരുന്നു. മനസ്സിലാക്കുക, ട്രംപ് വന്ന ശേഷം എടുത്തു നോക്കുക, ചൈനയുടെ ഒരു കുതിപ്പായിരുന്നു ട്രംപ് വരുന്നതിന് മുമ്പ്. ചൈനീസ് എക്കോണമി കഴിഞ്ഞ 40 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങി. ചൈനയ്ക്കാണ് ഏറ്റവും കൂടുതൽ പേടി ട്രംപ് ഇരിക്കുന്നത്. കാരണം ട്രംപ് അടുത്ത 2 വർഷം അല്ലെങ്കിൽ 2.5 വർഷം 3 വർഷം കണ്ടിന്യൂ ചെയ്യുമ്പോൾ ചൈനീസ് എക്കോണമി അയാൾ വളച്ചൊടിച്ച് കൈ കൊടുക്കും, അതിനെ തകർത്തെടുത്ത് ദൂരെ കളയും. അതിന് സൈമൾട്ടേനിയസ് ആയിട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിച്ച് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തെ ആയിരുന്നു. അതാണ് നമ്മുടെ മോദിയുമായിട്ടുള്ള ഉടക്കിൽ നമ്മൾ ഡീറയിലായി പോയത്. ഇതാണ് പല അതിനെപ്പറ്റി ഞാൻ നേരത്തെ പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പറയാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് എന്താണ് ഈ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, അതിനെതിരെ ഇത്രമാത്രം ശത്രുക്കൾ അമേരിക്കയിൽ ഉണ്ടാകുന്നതിൻ്റെ കാര്യം. അതായത് ഈ പറയുന്ന ട്രംപിൻ്റെ ഭരണകൂടം ഫർദർ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അമേരിക്കയുടെ ബിസിനസ് ആണെങ്കിലും എക്കോണമി ആണെങ്കിലും ചരിത്രപരമായി ഏറ്റവും വലിയ റെക്കോർഡ് രീതിയിലോട്ടങ്ങ് പോകും. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ അമേരിക്കൻസ് ഭൂരിപക്ഷവും ട്രംപിൻ്റെ കൂടായിരിക്കും നിൽക്കുന്നത്. പിന്നെ അവിടെ ഡെമോക്രാറ്റ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വാധീനമില്ലാതാകും എന്നേക്കുമായിട്ട്. ഇതിനെ ട്രംപിനെ തീർത്താൽ മാത്രമേ ഈ പറയുന്ന അമേരിക്കയുടെ ഇപ്പോഴത്തെ കുതിപ്പ് നിർത്താൻ സാധിക്കൂ. ഇത് തന്നെയാണ് ലക്ഷ്യം. ഇതിനു വേണ്ടി തന്നെയാണ് ഈ അറ്റംപ്റ്റൊക്കെ നടത്തുന്നത്. ഇതിന് ഫോറിൻ ഫണ്ടിങ്ങും പരിപാടികളൊക്കെ അറിയില്ല. ഗ്ലോബലായിട്ടുള്ള പല നെറ്റ്വർക്കുണ്ട് ഇതിനകത്ത് വർക്ക് ചെയ്യാൻ. അടുത്ത ഏറ്റവും വലിയ പോയിന്റ് ഉണ്ട്, അമേരിക്കയുടെ അടുത്ത കാലത്തെ, അതായത് 10-40 വർഷത്തെ ചരിത്രം എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ വഴിതെറ്റിപ്പോയൊരു സംഭവമാണ് ഡ്രഗ്. ഉറപ്പായിട്ടത് ഇന്ത്യയും ബാധിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ നമ്മൾ അമേരിക്ക പോകുമ്പോഴും സ്റ്റേറ്റിൽ കൂടെ പോകുമ്പോഴും പല അതേപോലെ തന്നെ സിറ്റികളിൽ കൂടെ കറങ്ങുമ്പോഴും ഒക്കെ നമുക്ക് കാണാം ഡ്രഗ് അടിച്ച് റോഡിൽ കിടക്കുന്നത് കാണാം. ഈ സംഭവം ട്രംപ് വന്ന ശേഷം ഇതിനെ തടഞ്ഞു. അതിനയാൾ എന്ത് വഴി ആലോചിച്ചു? അതിനവർ ദൂരെ എടുത്ത് കളയുക, അമേരിക്കയിൽ നിന്ന് അവർ പുറത്തെ മറ്റുള്ള രാജ്യങ്ങളിലോട്ട് കടത്തുക, കൊളംബിയയിലോട്ട് കടത്തുക, അവിടെ കടത്തുക. ഡ്രഗ് മാഫിയ എന്ന്, അമേരിക്കൻ ഡ്രഗ് മാഫിയ എന്ന് പറയുന്നത് ഗ്ലോബൽ മാഫിയയാണ്. ഒരു രാജ്യത്തിൻ്റെ അത്രയും പവറുള്ള മാഫിയാണ്. അവരുടെ ഇഷ്ടം പോലെ പണമുണ്ട്, വെപ്പൺസ് ഉണ്ട്, ഗ്ലോബൽ നെറ്റ്വർക്കുണ്ട്. ട്രംപ് വന്ന ശേഷം മുറിച്ച് കളഞ്ഞൊരു സാധനമാണ് അമേരിക്കൻ ഡ്രഗ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പല പൊളിറ്റിക്കൽ പാർട്ടിക്കാണെങ്കിലും പല ഈ പറയുന്ന അണ്ടർവേൾഡ് റാക്കറ്റ് ആണെങ്കിലും ഇവർക്കൊന്നും നിലനിൽപ്പില്ലാതായിപ്പോയി.
നിങ്ങൾക്കറിയാം, ഷിപ്പിലും വെസൽസിലും കടൽ മാർഗവും കരമാർഗവും മെക്സിക്കോയിൽ നിന്ന് അവിടുന്ന് ഇവിടുന്നൊക്കെ ഈ സാധനം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനെ ഇയാളങ്ങ് തടഞ്ഞു. രണ്ടാമത് ചെയ്തൊരു പരിപാടിയുണ്ട് ഇയാൾ. അതായത് നിങ്ങൾ ഓർക്കണം, ചാർലി കിർക്കിനെ എന്തിനാണ് കൊന്നത്? ചാർലി കിർക്കിനെ കൊല്ലാനുണ്ടായ കാരണം ഈ ട്രംപുമായും റിപ്പബ്ലിക്കൻ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു റിലീജിയസ് സ്പിരിച്വൽ സംഭവം അമേരിക്കയിൽ കൊണ്ടുവന്നു. അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ, വീണ്ടും 10-40 വർഷം നോക്കുകയാണെങ്കിൽ, ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ പള്ളികളിൽ പോകാൻ തുടങ്ങി. ഞായറാഴ്ച ആൾക്കാർ പ്രയറിന് പോകാൻ തുടങ്ങി. അങ്ങനല്ല ബേസിക്കലി അമേരിക്കൻസ് എന്ന് പറയുന്ന ചെറുപ്പക്കാർ. അവരവരുടെ രീതിയിൽ വെസ്റ്റേൺ സ്റ്റൈലിൽ ഇങ്ങനെ ജീവിക്കുന്നു. ആ ജീവിതം ഇങ്ങനെ എവിടെയെങ്കിലും കൊണ്ട് നശിപ്പിച്ച് കളയുന്നു. ഈ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനെ ചാർലി കിർക്ക് റിപ്പബ്ലിക്കൻ പാർട്ടി അതിൻ്റെ സ്പിരിച്വലായിട്ട് കൊണ്ടുവന്നു. ഇത് ഈ പറയുന്ന ഡ്രഗ് മാഫിയ നെറ്റ്വർക്കിന് ഒരു കാരണവശാലും അക്സെപ്റ്റബിൾ അല്ല. കാരണം ഇത് മാറിക്കഴിഞ്ഞ് വലിയൊരു മാർക്കറ്റാണ് ഇല്ലാതാവുന്നത്. എന്താണ് പിന്നെ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കൊടുത്ത അടി എന്ന് പറയുന്നത്? ഈ ട്രംപ് കൊടുത്ത അടി ചെറിയ അടിയൊന്നുമല്ല, വലിയ അടി തന്നെയാണ് ട്രംപ് കൊടുത്തത്. യൂറോപ്യൻ രാജ്യങ്ങളുടെയൊക്കെ ധാരണ അമേരിക്ക അവരുടെ മാർക്കറ്റാണ്, മറ്റുള്ള രാജ്യങ്ങൾ അവരുടെ മാർക്കറ്റാണ്, അവർക്ക് ഇഷ്ടം പോലെ സാധനങ്ങൾ അയക്കാം, അതിന് നിയന്ത്രണമൊന്നുമില്ല. ട്രംപ് അതിനും വന്ന് ക്വസ്റ്റ്യൻ മാർക്കിട്ടു, അതിനെയും കയറി അങ്ങ് തടഞ്ഞു. അമേരിക്കൻ സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ മാത്രം യൂറോപ്യൻ സാധനങ്ങൾ വാങ്ങുകയുള്ളൂ. ഇന്ത്യയുടെ മുകളിൽ പോലും ഇത് കയറി കൊണ്ടുവന്നു. ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും കൊണ്ടുവന്നു. നിങ്ങൾക്കറിയാം ടാരിഫ്. അത് ലോക രാജ്യങ്ങളെ മുഴുവനും പിടിച്ചങ്ങ് കുലുക്കി. കാരണം എല്ലാ രാജ്യങ്ങളുടെ സാമ്പത്തിക നിലനിൽപ്പെന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ മാർക്കിലോട്ടങ്ങ് പോയി. ഇതാണ് ട്രംപ് ചെയ്ത പരിപാടി. പിന്നെ ഈ മൾട്ടി പോളാർ എന്ന് പറഞ്ഞ, അതായത് നേരത്തെ അമേരിക്കൻ പ്രസിഡൻ്റായിട്ടിരുന്ന സമയം, പല പ്രസിഡന്റുമാരിരുന്ന സമയത്ത് മൾട്ടി പോളാർ വേൾഡാണ്. അതിനെ ട്രംപ് യൂണിപോളാറായിട്ട് അമേരിക്കയാണ് എല്ലാം നിശ്ചയിക്കുന്നത്. അതിൻ്റെ ഒരാളിനെ വെനൂസിലെ കയറി പിടിക്കുന്നു, അടുത്ത് എനിക്ക് ക്യൂബ പിടിക്കാൻ പോകുന്നു. എങ്ങനെയായിരിക്കും ഇറാനെ നേരിടുന്നത്? നിങ്ങൾ കണ്ടോണം. ഈ പറയുന്ന അമേരിക്കയൊന്നും വാറിലൊന്നും തോക്കുകയൊന്നുമില്ല. അല്ലെങ്കിൽ അവരെല്ലാം ഉപേക്ഷിച്ചിട്ട് പോകണം. പക്ഷേ ഇറാനൊന്നും അവർ ഉപേക്ഷിച്ചിട്ട് പോകത്തില്ല. കാരണം അമേരിക്കൻ താല്പര്യങ്ങളുണ്ട്. വിയറ്റ്നാമിലും അഫ്ഗാനിസ്ഥാനിലൊന്നും അമേരിക്കൻ ബിസിനസ് താല്പര്യങ്ങളൊന്നുമില്ല. ഇപ്പം ഈ പറയുന്ന അഫ്ഗാനിൽ എന്തോ താല്പര്യമുള്ളത്, അവിടെ എന്തോ സാധനമുണ്ട്, വിയറ്റ്നാമിൽ എന്തോ സാധനമുണ്ട്. അതേപോലെയല്ല ഗൾഫും മിഡിൽ ഈസ്റ്റും ഇറാനിലും അമേരിക്കൻ ബിസിനസ് താല്പര്യമുണ്ട്. ഉറപ്പായിട്ടും എനർജി, ക്രൂഡ് ഓയിലും ഗ്യാസും തന്നെയാണ് അവരുടെ താല്പര്യം. അതിന് അമേരിക്കൻ കമ്പനികൾ അവിടെ ഉണ്ട്. അപ്പം അവർക്കതിനകത്ത് കംപ്ലീറ്റായിട്ട് ഇറാൻ സറണ്ടർ ചെയ്യാതെ അമേരിക്ക അവിടുന്ന് പിന്മാറത്തില്ല. അതിനെപ്പറ്റി ലാസ്റ്റ് ടോക്സ് എങ്ങനെയാണ് ഫെയിലിയർ ആയത്, അതിനെപ്പറ്റി ഇൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യാം. ഒരു കാര്യം പറയാം, ട്രംപ് അമേരിക്ക ഭരിക്കുന്നിടത്തോളം കാലം അതൊരു ഭരണം തന്നെയാണ്. അത് ലോകം മുഴുവനും വീക്ഷിക്കുന്ന സംഭവം തന്നെയാണ്. കാരണം ട്രംപ് ഇന്ന് പറയും, നാളെ പറയും, മറ്റന്നാൾ പറയും. അയാൾ പക്കാ കച്ചവടക്കാരനാണ്. അയാൾക്കറിയാം ആ രാജ്യത്തെ എങ്ങനെ കൊണ്ടുപോകണം, അതിൻ്റെ ബിസിനസ് താല്പര്യങ്ങൾ എങ്ങനെ നിലനിർത്തണം. അമേരിക്കൻ ജിയോ പൊളിറ്റിക്സിൽ ലോകത്തെവിടൊക്കെ പ്രാധാന്യം പ്രഷറൈസ് ചെയ്യാൻ സാധിക്കും, അതൊക്കെ ട്രംപ് ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മളെ മനസ്സിലാക്കി തരികയാണ്. ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയാം. അല്ലാതെ അമേരിക്ക എവിടെയും തോൽക്കുകയൊന്നുമില്ല ട്രംപ് അഡ്മിനിസ്ട്രേഷനകത്ത്. കാരണം അമേരിക്കൻ ജനതയുടെ ഏറ്റവും കൂടുതൽ പിന്തുണയുള്ള പ്രസിഡന്റ് തന്നെയാണ് ഇയാൾ. ബൈഡനെ പോലല്ല, ഒബാമയെ പോലല്ല. അപ്പം അത്രമാത്രം പിന്തുണയുണ്ട്. എക്കോണമി സ്ട്രെങ്തൻ ചെയ്യുന്നു, അവിടെ ആൾക്കാർക്ക് ജോലി കിട്ടുന്നു. അതോടുകൂടി ട്രംപ് സ്ട്രെങ്തൻ ചെയ്യുകയാണ്, അയാൾ വീക്കാവുകയല്ല. എല്ലാവർക്കും അറിയാം ഇറാൻ പിടിക്കുന്നത് അമേരിക്കയ്ക്ക് വേണ്ടി തന്നെയാണ്, അല്ലാതെ മറ്റുള്ള രാജ്യങ്ങൾക്ക് വേണ്ടിയല്ല. കാരണം വീണ്ടും അമേരിക്കൻ എക്കോണമി എക്സ്പാൻഡ് ചെയ്യുമെന്ന് അറിയാം. ഇപ്പം ഇതേപോലെയുള്ള മൾട്ടിപ്പിൾ പല കാര്യങ്ങളും, അതായത് അമേരിക്കൻ പുതിയ ജനത, അതായത് ന്യൂ ജനറേഷൻ്റെ അവരെ തിരിച്ച് സ്പിരിച്വലിലോട്ടും മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറഞ്ഞ് കൊണ്ടുവരുമ്പോൾ അയാൾക്ക് കിട്ടുന്ന ഒരു ജനപ്രീതിയുണ്ട് അമേരിക്കയിൽ. അതായത് കൂടുതൽ നാൾ നീണ്ടു നിന്ന് കഴിഞ്ഞാൽ വരാൻ പോകുന്ന ഇലക്ഷൻ അടുത്ത റിപ്പബ്ലിക്കൻ കയറി വരും. അപ്പം എന്നേക്കുമായിട്ട് ഡെമോക്രാറ്റ്സ് ഇല്ലാതാകും. അതാണ് ഞാൻ പറഞ്ഞ പല ഘടകങ്ങളുണ്ട്. ഈ ഘടകങ്ങളെല്ലാം ഒത്തൊരുമിച്ച് നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ട്രംപ് ഇവരുടെ ഒക്കെ ശത്രുവാണ്. ഈ പറയുന്ന പല യൂറോപ്യൻ രാജ്യങ്ങളുടെയും അതേപോലെ തന്നെ ചൈന ഉൾപ്പെടെ രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട ശത്രുവാണ് ട്രംപ്. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ അവിടെ ചെന്ന് യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ പറ്റത്തില്ല.
അല്ലെങ്കിൽ വേറെ രാജ്യത്ത് ചെന്ന് ട്രംപിനെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള വഴികളാണ് ഏറ്റവും കൂടുതൽ ആലോചിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മൂന്നാമത്തെ അറ്റംപ്റ്റ് എടുത്ത് ഇനി അറ്റംപ്റ്റ് നടക്കാം. പക്ഷേ ഓരോ അറ്റംപ്റ്റ് കഴിയുമ്പോഴും നമ്മൾ കാണാൻ സാധിക്കുന്നത് ട്രംപ് ഏറ്റവും ശക്തനാവുകയാണ്. അപ്പോൾ അതാണ് അതിൻ്റെ പുറകിലുള്ള സംഭവം. അതായത് ഈ അടുത്ത സമയത്ത് ഞാനൊരു ഒരു ഒരു റിലീജിയസ് വീക്കിൽ വായിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് പറയുന്നത് ട്രംപിൻ്റെ ഓരോ ഡിസിഷനും ഈ പ്രാർത്ഥനയോടുകൂടിയാണ് തുടങ്ങുന്നത്. അതിനുശേഷമാണ് തീരുമാനമെടുക്കുന്നത് എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട. അതായത് ഇറാൻ്റെ ഡിസിഷൻ പോലും കൂടിയാണ് അവരെടുത്തിരിക്കുന്നത്. അവർക്കറിയാം അവർക്ക് ഇത്ര നഷ്ടമുണ്ടാകും, പക്ഷേ അതിനൊരു റിസൾട്ട് ഉണ്ടായിട്ട് അമേരിക്ക അവിടുന്ന് പോവുകയുള്ളൂ. അത് കൃത്യമായിട്ട് പറയാം. ചാർലി കിർക്കിൻ്റെ മരണം കൊണ്ട് അമേരിക്കയ്ക്ക് ഉണ്ടായ ലാഭം എന്ന് പറയുന്നത് അത്രമാത്രം ചെറുപ്പക്കാർ ഈ പറയുന്ന ഡ്രഗിൽ നിന്നും മറ്റുള്ള കാര്യത്തിൽ നിന്നൊക്കെ മാറിയിട്ട് തിരിച്ച് അവർ നോർമൽ ലൈഫിലോട്ട് വന്നു. ട്രംപിൻ്റെ ഈ അറ്റംപ്റ്റോടുകൂടി അമേരിക്കൻസ് പഠിക്കുന്നൊരു പാഠമെന്ന് പറയുന്നത് അവരുടെ അൺഡിസ്പ്യൂട്ടഡ് ലീഡറാണ് ട്രംപ് മാത്രമായിരിക്കണം വരാനുള്ള സമയത്ത് അമേരിക്കയെ നയിക്കേണ്ടത്. ബാക്കിയുള്ളതൊക്കെ ഫിഗ്മെൻ്റ് ഓഫ് ഇമാജിനേഷനാണ്. അമേരിക്കൻസിൻ്റെ തോട്ട്സ് കാരണം എനിക്കറിയാവുന്നതാണ്. അവർക്ക് അവരുടെ കാര്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ അവരിപ്പോൾ ഇന്ത്യയിൽ എന്ത് സംഭവിച്ചു, ഇറാനിൽ എന്ത് സംഭവിച്ചു, അതൊന്നും അവരുടെ വിഷയമല്ല. അവരുടെ രീതി എന്ന് പറഞ്ഞാൽ അവർക്ക് മുന്നോട്ട് പോകണം. അതിന് അമേരിക്കൻ പ്രസിഡന്റ് എന്ത് കാണിച്ചാൽ അവർക്ക് അനുകൂലമാകുന്നുവെങ്കിൽ അവരതിനെ സപ്പോർട്ട് ചെയ്യും. ഇത്ര മാത്രം ഇതിൽ നിന്നും അറിഞ്ഞാൽ മതി.